നമസ്കാരം. ഞാൻ സുധാ ഗണേഷ്, മ്യൂസിക് തെറാപ്പിസ്റ്റാണ്. ചലിയേ കുഞ്ച് നമോ തും ഹം മിലെ ശ്യാം ഹരി. ചലിയേ കുഞ്ച് നമോ തും ഹം മിലെ ശ്യാം ഹരി. മ്യൂസിക് തെറാപ്പി അഥവാ സംഗീത ചികിത്സ, അതായത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരേപോലെ സാന്ത്വനം നൽകുന്നതാണ് സംഗീതം. അതെങ്ങനെയാണ്? അതായത് ഏത് സംഗീതം കേട്ടാലും രോഗം ശമിക്കും എന്നുള്ളത് ശരിയായുള്ളൊരു കാര്യമല്ല. അതെങ്ങനെയാണ് അത് പ്രാവർത്തികമാകുന്നത്? ഒരു മ്യൂസിക് തെറാപ്പി സെഷൻ തുടങ്ങണമെങ്കിൽ നമുക്കൊരു ഉടനെ തന്നെ തെറാപ്പി സെഷൻ തുടങ്ങാൻ പറ്റുകയില്ല. അതിന് ഏകദേശം ഒരു ക്ലയൻറ്റുമായിട്ടിരുന്ന് 1 മണിക്കൂറോളം നമുക്ക് ഒരു ക്വസ്റ്റനെയറുണ്ട്, അത് പ്രിപ്പയർ ചെയ്ത് അവരുടെ അഭിരുചി എന്താണ്, അതായത് മെയിൽ വോയിസ് ആണോ ഫീമെയിൽ വോയിസ് ആണോ ഇൻസ്ട്രുമെൻ്റലാണോ, അതിൽ ഇൻസ്ട്രുമെൻ്റലും ഏതാണ്, ഫ്ലൂട്ടാണോ വീണയാണോ, ഏതാണ് അവരുടെ അഭിരുചി അനുസരിച്ചുള്ള സംഗീതമെന്ന് നമ്മൾ അവരുമായിട്ട് ആലോചിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അതുകൊണ്ട് അവരുടെ അഭിരുചി അനുസരിച്ച് നമ്മൾ അതായത് നമ്മളൊരു ലിസ്റ്റ് എടുക്കുമ്പോൾ അത് ഏതൊക്കെ ട്യൂണാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഗാനങ്ങളാണ്, അതിലും റെസ്ട്രിക്ഷൻ ഇല്ല. ഇപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് തന്നെ പാടി ഒരു മ്യൂസിക് തെറാപ്പി ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധമില്ല. അവർക്ക് ഏതാണ് ഇഷ്ടം, അതായത് ഫിലിം സോങ് ആണെങ്കിൽ ഫിലിം സോങ്സ്, ഫോക്ക് സോങ്സ്, മലയാളം സോങ്സ്, ഹിന്ദി, അങ്ങനെ എല്ലാം ആ ക്വസ്റ്റനെയർ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് ഫില്ല് ചെയ്ത് തന്നിട്ട് നമ്മൾ അതനുസരിച്ചാണ് തെറാപ്പി ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ഒരു ലിസ്റ്റ് അവർ തരുമ്പോൾ അതിലേതൊക്കെയാണ് രാഗങ്ങൾ അവർ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ മ്യൂസിക് നല്ലവണ്ണം അറിയാം, അതിൽ നല്ലൊരു നോളജ്, അതായത് രാഗത്തിനെ പറ്റിയും താളത്തിനെ പറ്റിയും അതിൽ നല്ലൊരു നോളജ് ഉള്ളവർക്കേ തെറാപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ മെഡിക്കൽ, അതും രണ്ടും കൂടെ ആണെങ്കിൽ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതായത് മെഡിക്കൽ, അതായത് അതിൻ്റെ ഉള്ള നോളജും ഇത് മ്യൂസിക്കുമായിട്ട് ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിട്ട് മ്യൂസിക് തെറാപ്പി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതനുസരിച്ച് അവരുടെ ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ രാഗം ഇതനുസരിച്ച് രാഗങ്ങളെടുക്കും. രാഗം, താളം, ഏതൊക്കെ താളങ്ങളാണ് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സോങ്സിൽ ഏതൊക്കെ രാഗങ്ങളാണ് വരുന്നത് അതനുസരിച്ച് നമ്മൾ സോങ്സ് സെലക്ട് ചെയ്യും. ആ രാഗത്തിലുള്ള, അതായത് ഇൻസ്ട്രുമെൻ്റൽ പറയുകയാണെങ്കിൽ ഏതാണ് ഇൻസ്ട്രുമെൻറ്റ്സ്, വീണയാണെങ്കിൽ വീണ, അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേശരാഗമാണ് എന്ന് പറഞ്ഞാൽ ആ ദേശരാഗത്തിലുള്ള എല്ലാം, വൃന്ദാവന സാരംഗിയാണെങ്കിൽ വൃന്ദാവന സാരംഗിയിലുള്ള അങ്ങനെ ഒരു കളക്ഷൻ, നല്ലൊരു കളക്ഷൻ നമുക്ക് വേണ്ടി വരും ഈ മ്യൂസിക് തെറാപ്പിക്ക്. പാടാൻ പറ്റുന്ന ആക്റ്റീവ് തെറാപ്പി ആണെങ്കിൽ ഈ ക്ലയൻറ്റും കൂടെ നമ്മുടെ കൂടെ പാടും. അല്ലാതെ പാസീവ് തെറാപ്പി ആണെങ്കിൽ അത് വെറും കേൾവി മാത്രം, നമ്മൾ പ്ലേ ചെയ്യുക, അവർ കേൾക്കുന്നു. പിന്നെ തെറാപ്പിയിൽ വേറൊരു എന്തെന്ന് വെച്ചാൽ നമുക്ക് കമ്പോസ് ചെയ്യണം. അതായത് ഒരു ക്ലയൻറ്റിന് ഒരു 2-3 ലൈൻസ് കൊടുക്കുക, അത് അവർ ട്യൂൺ ചെയ്യാൻ പറയുക. ഇതൊക്കെയാണ് മ്യൂസിക് തെറാപ്പിയുടെ പല പല വിദ്യകൾ. അപ്പോൾ ഇതൊക്കെ, അതുകൊണ്ട് നമ്മൾ ഒരു മ്യൂസിക് തെറാപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതൊക്കെയാണ് കാര്യങ്ങൾ. ആദ്യം ക്ലയൻസിൻ്റെ അഭിരുചി നോക്കുക, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് രാഗങ്ങൾ സെലക്ട് ചെയ്യുക. അതേപോലെ ചോദിക്കും മ്യൂസിക് തെറാപ്പി എങ്ങനെ, അപ്പം അത് മാത്രം കൊടുത്താൽ മതിയോ, അത് എത്ര ഡ്യൂറേഷനിൽ അത് ശരിയാകും, അതിനൊക്കെ നമുക്ക് എന്താണ്, അപ്പോൾ അതിൻ്റെ ഏജ് നോക്കണം, ഈ ക്ലയൻറ്റിൻ്റെ ഏജ് എന്താണ്, രോഗം എന്നുള്ളത് നോക്കണം. അപ്പോൾ എത്രത്തോളം അത് ഡീപ്പായിട്ടുള്ള രോഗം അത് നോക്കണം. അതെല്ലാം നോക്കി വരുമ്പോഴാണ് അത് നമുക്ക് ഒരു ഇത് പറയാൻ പറ്റത്തില്ല. ഈ ഇത്ര ദിവസം, ഒരു മാസത്തിൽ ഒരു ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്ന പോലെ ഒരു കോഴ്സ് 7 ഡേയ്സിൽ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു, അത് തീർന്നു മരുന്ന്. അങ്ങനെയല്ല. മ്യൂസിക് തെറാപ്പി എന്ന് പറയുമ്പോൾ ഗ്രാജുവലായിട്ട് ശരിയാകത്തുള്ളൂ. അതേപോലെ മ്യൂസിക് മാത്രം കേട്ടുകൊണ്ട് ഒരു രോഗം ശമിപ്പിക്കുക അത് പറ്റും. അതായത് ഡിപ്രഷൻ, മെൻ്റൽ ഹെൽത്തിൽ ബാധിക്കുന്ന പല രോഗങ്ങൾക്കും മ്യൂസിക് കേൾപ്പിച്ച് നമുക്ക് കുറേയൊക്കെ നമുക്ക് ഈ ഡോസേജ് കുറയ്ക്കാം, മരുന്നിൻ്റെ ഡോസേജ് കുറച്ച് നമുക്ക് രോഗം ശമിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ ഈ പെട്ടെന്ന് ചിലർ പറയും മ്യൂസിക് കേട്ടിട്ട്, പലരും, ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് മ്യൂസിക് രാവിലെ തന്നെ, രാവിലെ ഞാൻ എണീക്കുമ്പോൾ തന്നെ അത് ട്യൂൺ ചെയ്യാറുണ്ട്, കേൾക്കാറുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ദാറ്റ്സ് നോട്ട് എ മ്യൂസിക് തെറാപ്പി. നമുക്ക് അതിനായിട്ട് തന്നെ ഒരു സമയം കണ്ടെത്തി ഒരു 20 to 30 മിനിറ്റ്സ് നമ്മൾ അതിന് തന്നെ ഡ്യൂറേഷൻ കൊടുത്ത്
ആ ഇരുന്ന് തന്നെ നമ്മൾ കേൾക്കുക, കണ്ണും അടച്ച് അതിലോട്ട് കംപ്ലീറ്റ് ഇൻവോൾവ്മെൻറ്റിൽ നമ്മൾ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ആ മ്യൂസിക്കിൻ്റെ ആ താളവും മ്യൂസിക്കും കൂടെ നമ്മുടെ ബോഡിയിൽ സിങ്ക്രണൈസ് ചെയ്യും. ആ സിങ്ക്രണൈസേഷനാണ് തെറാപ്പിയായിട്ട് മാറുന്നത്. ഞാൻ MA മ്യൂസിക്കായിരുന്നു വിമൻസ് കോളേജിൽ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആ ഫാമിലി ഇതിലങ്ങ് ഇൻവോൾവ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞ് ഒരു 15 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു മ്യൂസിക്കിലും അതായത് തെറാപ്പി അങ്ങനത്തെ ഫീൽഡിലും ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം 15 വർഷം, അതായത് എൻ്റെ മോൻ 12th പഠിക്കുമ്പോഴാണ് ഞാൻ MPhil ചെയ്യുന്നത്. അതായത് ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറാണ് മദർ തെരേസ യൂണിവേഴ്സിറ്റിയുടെ ഒരു MPhil കോഴ്സ് വരുന്നതായിട്ടും ടീച്ചർ അത് എൻ്റെ അടുത്ത് വളരെ ഫോഴ്സ് ചെയ്ത് തന്നെയാണ് അത് MPhil എടുക്കണം, അത് മ്യൂസിക് തെറാപ്പിയിൽ തന്നെ ചെയ്യണം എന്നുള്ളത് ടീച്ചറിന് വളരെ നിർബന്ധമായിരുന്നു. അങ്ങനെ ഞാനത് MPhil ചെയ്തു. മോൻ്റെ കൂടെ മോൻ 12th പഠിക്കുമ്പോൾ ഞാനും MPhil ചെയ്ത് അത് തൊട്ടാണ് ഈ മ്യൂസിക് തെറാപ്പി ഫീൽഡിൽ ഞാൻ ആക്റ്റീവായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതിൽ നമുക്ക് MPhil ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ കുറേ റെഫറൻസ് എടുക്കുക, അങ്ങനെ ചെയ്ത് ഒരു ഡെസർട്ടേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ നോളജ് വേണമെന്നുള്ളത് വളരെ നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓമനക്കുട്ടി ടീച്ചർ ഡോക്ടർ സുവർണ നാലപ്പാട്, അതായത് അമൃത ഹോസ്പിറ്റലിൽ പാത്തോളജിസ്റ്റ് ആയിരുന്നു. സുവർണ മാഡം ഇത് എന്താണ് മ്യൂസിക് തെറാപ്പി ഫീൽഡിൽ വളരെ ആക്റ്റീവാണ്, ഇപ്പോഴും ആക്റ്റീവാണ്. അപ്പം ടീച്ചറിൻ്റെ അടുത്ത് ഓമനക്കുട്ടി ടീച്ചർ എന്നെ കൊണ്ടുപോയി. അപ്പോൾ കുറേ ഇതിനെപ്പറ്റി എന്താണ് മ്യൂസിക് തെറാപ്പി, എങ്ങനെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം, ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളൊരു ഒരു നോളജ് അപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് അത് തന്നെ അപ്പോൾ മാഡം പറയുകയും ചെയ്തു, ഇത് വെറുതെ അങ്ങ് എഴുതി പോകരുത്, കേസ് സ്റ്റഡീസ് എടുത്ത് തന്നെ ഒരു പ്രാക്ടിക്കൽ നോളജും എക്സ്പെരിമെൻസോട് കൂടെ തന്നെ ഇത് ഡെസർട്ടേഷൻ എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പല പല ഏരിയാസിലും ഞാൻ വർക്ക് ചെയ്തു. അതായത് എന്താണ് BP പേഷ്യൻസ്, അൽഷിമേഴ്സ്, പിന്നെ ഓട്ടിസം, ഇൻസോംനിയ, അങ്ങനെ പല ഏരിയാസിലും ഞാനങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് കേസ് സ്റ്റഡീസിന് വേണ്ടി. പിന്നെ അതങ്ങ് ഞാൻ തുടർച്ചയായിട്ട് അതിപ്പോഴും ഞാൻ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംഗീത ചികിത്സ അതായത് മ്യൂസിക് തെറാപ്പി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ആദ്യമായിട്ട്, അതായത് ഒരു കുഞ്ഞ് പ്രസവിച്ച് അത് എങ്ങനെയാണ് സംഗീത ചികിത്സ തുടങ്ങുന്നത്, ആദ്യമായിട്ട് ആ കുട്ടിയെ താരാട്ട് പാടി ഉറക്കുക, അത് തന്നെയാണ് ആ കുട്ടിയുടെ മ്യൂസിക് തെറാപ്പിയും. അത് അത് നല്ല ഗായികയാകണമെന്നൊന്നുമില്ല, അവരുടെ വോയിസിൽ ഒരു ചെറിയൊരു താളത്തോടു കൂടി ഒരേപോലെ ഒരു എന്താ പറയുക, ഒരേ രാഗത്തിലും ഒരേ താളത്തിലും ഇങ്ങനെ പോകുന്ന ഒരു സംഗീതം കേൾക്കുമ്പോൾ അത് തന്നെയാണ് മ്യൂസിക് തെറാപ്പി. ആദ്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന മ്യൂസിക് തെറാപ്പിയാണ് ലല്ലബീസ്. അതേപോലെ നമ്മൾ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ എന്തെങ്കിലും വേദനകളോ മുറിവ് വരുമ്പോഴോ അപ്പോഴൊക്കെ എന്താ ചെയ്യുക, അച്ഛനും അമ്മയും ഇങ്ങനെ തട്ടി നമുക്ക് പാട്ട് പാടുകയും അതിനെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു. അത് തന്നെയാണ് മ്യൂസിക് തെറാപ്പി. അപ്പോൾ ഇങ്ങനെ വളരെ നമുക്ക് ഈ ജീവിതത്തിൽ തന്നെ ഒരു അനുഭവമുണ്ട് എന്താണ് സംഗീത ചികിത്സ എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനൊരു ഗ്യാപ്പിൽ വന്നെങ്കിലും അത് ശരിക്കും എൻ്റെ വീട്ടുകാർ, അതായത് എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞിലെ അമ്മ മരിച്ചുപോയി. അപ്പോൾ എല്ലാം എൻ്റെ 2 ചേച്ചിമാരുണ്ട്, ബ്രദറുണ്ട്. അച്ഛൻ പബ്ലിക് റിലേഷൻസിലായതുകൊണ്ട് പുള്ളിക്കാരൻ എപ്പോഴും ട്രാൻസ്ഫറായിട്ട് ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഈ 4 പേരേ ഉള്ളൂ. പക്ഷെ വളരെ കർശനമായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് എന്നും സന്ധ്യയ്ക്ക് പാടണം, ഭജൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്തുതികൾ, സ്തോത്രങ്ങൾ, അതെല്ലാം സംഗീത രൂപത്തിലാണ് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഞങ്ങൾക്കൊരു പ്രാക്ടീസായിപ്പോയി. അപ്പോൾ അങ്ങനെ വന്ന സ്ഥിതിക്ക് അപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇത് സംഗീതം കൊണ്ട് എങ്ങനെയാണ് നമ്മൾ തെറാപ്പി ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അതും പിന്നെ ഞാൻ കല്യാണം കഴിച്ച് വന്ന വീട്ടിലും അതുപോലെ തന്നെ ഇവിടുത്തെ എൻ്റെ മദറിലോ എൻ്റെ സിസ്റ്റേഴ്സിലോ എല്ലാവരും നല്ല പാട്ടുകാരാണ്. അപ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അതേപോലെ ഫാമിലിയിൽ ഹസ്ബൻഡും ആയാലും ശരി, കുട്ടികളായാലും ശരി, വളരെ സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും നമുക്ക് ഒന്നിച്ച് വന്നുകൊണ്ട് എനിക്കിപ്പോഴും അത് എന്താ പറയുക, എപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം വളരെ ആക്റ്റീവായിട്ടാണ് ഈ തെറാപ്പി ഫീൽഡിൽ ഞാൻ നിൽക്കുന്നത്. അതായത് ഇപ്പോൾ തന്നെ 2 ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഞാൻ ചെയ്തു.
പിന്നെ ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാം വെബിനാറും അങ്ങനത്തെയാണ്. അപ്പോൾ എല്ലാം സൂമിലും എല്ലാത്തിലും വെബിനാർസാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ കുറേ അല്ലാതെ തന്നെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ മേഖലയിൽ വളരെ ആക്റ്റീവായിട്ട് നടത്തുകയാണ്. ഒരു പാദരേണു തരില്ലേ എന്നിലൊരു 100 സർഗം വിരിയാനൊരു പാദരേണു തരില്ലേ എന്നിലൊരു 100 സർഗം വിരിയാൻ. എന്നിട്ട് 2 ചേച്ചിമാരും കല്യാണം കഴിഞ്ഞ് പോയി. അതിനുശേഷം ഞാനും അച്ഛനും ചേട്ടനും 3 പേരുള്ള ഒരു കുടുംബമായി. അത് പിന്നീട് അച്ഛൻ റിട്ടയർമെൻറ്റായി. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് അച്ഛൻ റിട്ടയർ ആയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പബ്ലിക് റിലേഷൻസിൽ നടക്കുന്ന എല്ലാ ഫങ്ഷൻസിനും അച്ഛൻ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം, അതായത് റിട്ടയർമെൻറ്റിന് എനിക്കൊന്ന് 4-5 വർഷം ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാം, അതായത് ഫിലിം ഫെസ്റ്റിവൽ വന്നെങ്കിൽ ഫിലിം ഫെസ്റ്റിവൽ, കൾച്ചറൽ പ്രോഗ്രാംസ് വരും എല്ലാം, അതായത് എല്ലാ തരത്തിലുള്ള കൾച്ചറൽ പ്രോഗ്രാംസ്, ഡാൻസസ് എല്ലാം വരുമ്പോഴെല്ലാം ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. അതിലൊന്നും നമ്മൾ പഠിക്കണം, ആ സമയത്തിരുന്ന് പഠിക്കണമെന്നോ സ്ട്രിക്റ്റായിട്ട് അവിടെ പഠിച്ചാലേ ഞാൻ കൊണ്ടുപോകുള്ളൂ അങ്ങനെ ഒരു കർശനമായിട്ട് ഒരു ഇതും അച്ഛൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഞങ്ങൾക്ക് ഈ ആർട്ടിനോട് അത്രയും താല്പര്യം വന്നതും പിന്നെ അതിനോട് ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് ഉൾക്കൊള്ളാനും പറ്റി. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പത്തിലെ ആ ഒരു ജീവിതം വളരെ നല്ലൊരു ജീവിതമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ സ്വാതന്ത്ര്യം, അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുകയാണ്, എത്രയോ വീടുകളിൽ ഇപ്പം എന്നെപ്പോലെ തന്നെ എൻ്റെ കൂട്ടുകാരികൾ കുറേ പേരുണ്ട്, എല്ലാം ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരുണ്ട്. പക്ഷേ ആർക്കും അത് കല്യാണം കഴിഞ്ഞിട്ടോ അതിന് മുമ്പോ ഫ്രീ ആയിട്ട് അവർ വിടുക, അവരുടെ താല്പര്യപ്രകാരം കൊണ്ടുപോവുക, പാട്ട് പാടാനായിട്ട് അവർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിപ്പിക്കുക. അതും പിന്നെ കല്യാണത്തിന് മുമ്പാണെങ്കിലും ശരി, കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, അവർക്ക് പലർക്കും അത് ചെയ്യാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ഭാഗ്യം ചെയ്ത ആളാണ് ഞാൻ. കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു ഫാമിലിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ എൻ്റെ മദറില്ലായും നന്നായിട്ട് പാടും, വളരെ ക്ലാസിക്കൽ മ്യൂസിക്കിൽ വളരെ നന്നായിട്ട് പാടുന്ന ആളാണ്. അതേപോലെ എൻ്റെ സിസ്റ്റേഴ്സ്-ഇൻ-ലോ എല്ലാവരും നന്നായിട്ട് പാടും. ഇവിടെ എൻ്റെ ഹസ്ബൻഡെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഒരു എന്താ പറയുക, എല്ലാത്തിനും നല്ലൊരു സപ്പോർട്ട് തരിക, കുട്ടികളായാലും ശരി നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, എനിക്ക് നേരത്തെ പോലെ തന്നെ ഇപ്പോഴും എനിക്കത് സാധിച്ചു വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, തീരെ അങ്ങ് നമ്മുടെ ആഗ്രഹം ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കാതെ ഒരു ഫ്രീഡം കൊടുക്കുക, തീരെ അങ്ങ് ഒരു ഫുൾ ഫ്രീഡം കൊടുക്കാതെ അതിലൊരു കർശന നിയന്ത്രണം വേണം. പക്ഷെ എന്നാലും ഒരു ഫ്രീ ആയിട്ട് നമുക്കൊരു ഇത് തരണം എന്നുള്ളത് എനിക്ക് വളരെ എല്ലാവർക്കും എനിക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സ്ത്രീ ശക്തി എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്തായാലും നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉണ്ട് സ്ത്രീകൾക്ക്. എന്നാൽ അതിലും നമുക്ക് വളരെ സപ്പോർട്ടീവായിട്ട് ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഈ കാലഘട്ടം കഴിഞ്ഞ്, അതായത് കോളേജിൽ പഠിക്കുമ്പോഴാണ് ഈ ഞാൻ വളരെ ആക്റ്റീവായത് കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സബ്ജക്റ്റ് മ്യൂസിക്, അത് എന്തുകൊണ്ടാണ് അച്ഛൻ മ്യൂസിക് മെയിൻ എടുക്കാൻ പറഞ്ഞതെന്നോ ഞാൻ എന്തുകൊണ്ട് അത് മറക്കാതെ മ്യൂസിക് സബ്ജക്റ്റ് തന്നെ എടുത്തെന്നോ അതൊന്നും എനിക്ക് ആൻസറും ഇല്ല, ഒന്നുമില്ല. പക്ഷേ എനിക്ക് മ്യൂസിക് ഇഷ്ടമായിരുന്നു, വേണമെങ്കിൽ വേറെ സബ്ജക്റ്റ് എടുക്കാമായിരുന്നു, അങ്ങനെയും ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഈ മ്യൂസിക് എടുത്താൽ മതി, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റും അത് എല്ലാം ഉള്ളത് കൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഞാനൊന്നും മറുത്ത് പറഞ്ഞില്ല. അങ്ങനെ മ്യൂസിക് മെയിൻ ചേരുന്നു. അപ്പോൾ നല്ലൊരു ഗ്രൂപ്പുണ്ട് ഞങ്ങൾക്ക്, അതായത് ഞാനും KS ചിത്രയൊക്കെ എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഗ്രൂപ്പ്, വളരെ ഇൻറ്റിമേറ്റ്, ഇപ്പോഴും ഞങ്ങൾ എത്രയും പേര് 10 പേരാണെങ്കിൽ 10 പേര് ഇപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പായപ്പോൾ എനിക്ക് എല്ലാം കൊണ്ടും വളരെ സന്തോഷം തോന്നിയ ഒരു കാലഘട്ടമാണ് എന്താ പറയുക കോളേജ് ലൈഫ്. അപ്പോൾ അങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിന് പോകുന്നു. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ എന്താണ് പ്രാക്ടീസ് ടൈമിങ്ങാണ് വളരെ അപ്പോൾ ലഞ്ച് കഴിയുന്നു, അതുകൊണ്ട് നമ്മൾ ഈ 10 പേര് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും നല്ലൊരു ഗോൾഡൻ മെമ്മറീസാണ് ഇപ്പോഴും എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അത് എൻജോയ് ചെയ്ത്
അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി, നമുക്ക് ഫുൾ എൻജോയ്മെൻറ്റ്. അത് തന്നെയാണ് ഇപ്പോൾ മ്യൂസിക് തെറാപ്പി. ഇപ്പം ഞാൻ സബ്ജക്റ്റ് മ്യൂസിക് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ആ ഇതിലെ മ്യൂസിക്കിൽ നമ്മൾ ഇൻവോൾവ് ചെയ്ത് അതായത് നമുക്ക് സന്തോഷം കിട്ടുന്നു. സന്തോഷം കിട്ടുന്ന അത് തന്നെയാണല്ലോ തെറാപ്പി. അപ്പം അങ്ങനെ ആ കോളേജ് ലൈഫും വളരെ നന്നായിട്ട് എനിക്ക് ഹാപ്പി ആയിട്ട് എനിക്ക് ഇത് നടത്താൻ പറ്റി. അത് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞിട്ടാണ് എൻ്റെ കല്യാണം. എൻ്റെ ഫാമിലി വളരെ സപ്പോർട്ടീവാണ്. ഹസ്ബൻഡ് ഗണേഷ് ഒരു ഓൺട്രപ്രണറാണ്. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. മൂത്ത ആൾ കൗശിക്, അവൻ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ട് ഗണേഷിൻ്റെ ബിസിനസ്സിലാണ്. രണ്ടാമത്തെ ആൾ ആഷിഖ്, അവൻ ആർക്കിടെക്റ്റാണ്, അവനും ബിസിനസ്സിൽ തന്നെയാണ്. മൂത്ത മകന് കല്യാണം കഴിഞ്ഞു. മോളുടെ പേര് ലക്ഷ്മി, അവൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഇവരുടെ എല്ലാവരുടെയും ഒരു സഹായം കൊണ്ട് മാത്രമാണ് എനിക്ക് എല്ലാ കാര്യവും വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്നത്. മോളാണെങ്കിലും വെബിനാർസൊക്കെ വരുമ്പോൾ അവൾ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യവും അവൾ നോക്കിക്കോളും. വളരെ സപ്പോർട്ടീവാണ്. എന്ത കാലത്തിലും എന്ത നേരത്തിലും നன்றியாயும் நான் துதிப்பேன். எந்த காலத்திலும் எந்த நேரத்திலும் நன்றியாயும் நான் துதிப்பேன். இயேசுவே உம்மை நான் துதிப்பேன். ஆதியும் நீரே அந்தவும் நீரே, ஆதியும் நீரே அந்தவும் நீரே, ஜோதியும் நீரே சொந்தமும் நீரே, ജ്യോതിയും നീരേ. ഇതിൻ്റെ മ്യൂസിക് തെറാപ്പിയുടെ കൂടെ എനിക്കൊരു പാഷനുണ്ട്. അത് എന്തെങ്കിലും ലൈൻസ് കിട്ടുമ്പോൾ അതിന് ട്യൂൺ ചെയ്യുക എന്നുള്ളത്. അതെനിക്ക് ചെറുപ്പത്തിൽ തന്നെ ഉണ്ടെന്നായിരുന്നു എൻ്റെ ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ചെറിയ ചെറിയ ഭജൻസ് കിട്ടിയാൽ പോലും ഞാനത് കമ്പോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോഴെനിക്കതൊരു ഏത് കിട്ടിയാലും ഏത് ലൈൻസ് അത് ഓൾറെഡി കമ്പോസ് ചെയ്തതാണെങ്കിൽ പോലും എനിക്കത് വേറൊരു ട്യൂണിലാക്കാൻ ഭയങ്കര ഒരു പാഷനാണ്. അപ്പം അതുപോലെ ഞാനിപ്പം നേരത്തെ പാടിയത് ഡോക്ടർ സുവർണ നാലപ്പാട് ഒരു നവരാത്രി കീർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പസിഷൻസ്, ഒരു 10 കോമ്പസിഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 5 എണ്ണം അരുന്ധതി ടീച്ചറാണ് ചെയ്തിട്ടുള്ളത്, 5 എണ്ണം ഞാനും ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഞാൻ നേരത്തെ പാടിയത്. അപ്പോൾ അതും ഒരു പ്രോഗ്രാമായിട്ട് തന്നെ ഞാനും അരുന്ധതി ചേച്ചിയും കൂടെ ചെയ്തു. പിന്നീടുള്ളത് ഞാൻ ഇന്നോവേറ്റ് ക്ലബ്ബിൽ വളരെ ആക്റ്റീവാണ്. അപ്പോൾ അതിൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പാസ്റ്റ് പ്രസിഡൻറ്റും കൂടെയാണ്. അപ്പോൾ അതിനായിട്ട് ഇന്നോവേറ്റ് ക്ലബ്ബിൽ നമുക്ക് കുറേ പ്രോഗ്രാംസ് വരാറുണ്ട്. കൾച്ചറൽ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനോഗ്രൽ ഫംഗ്ഷൻ, ഒരു ഇൻട്രൊഡക്ടറി സോങ് ആയിട്ട് അങ്ങനെ കുറേ ആരെങ്കിലും എഴുതിത്തരും, അത് ഞാൻ ട്യൂൺ ചെയ്യാറുണ്ട്. ഇപ്പോൾ തന്നെ COVID-19 സമയത്തിൽ ഞങ്ങളുടെ ക്ലബ്ബിൽ തന്നെ സ്വപ്ന എന്ന് പറഞ്ഞിട്ട് ഒരു മെമ്പർ അങ്ങനെ ഒരു ലൈൻസ് എഴുതി തന്നു. അതേപോലെ താരാട്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ സ്വപ്ന വേണുഗോപാൽ തന്നെ, അതായത് അമ്മത്തൊട്ടിൽ അത് ഇവർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അവിടുത്തെ ഓരോ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്ത് അവിടെ എങ്ങനെയാണ് കുട്ടികൾ, എങ്ങനെയാണ് അവരും അവിടുത്തെ അമ്മമാരും എങ്ങനെയാണ് എന്നുള്ള വളരെ നല്ലൊരു ഡിസ്ക്രിപ്ഷനോടെ ഒരു താരാട്ട് എന്ന് പറഞ്ഞൊരു ലൈൻസ്, കവിത പോലെ തന്നെയാണ് അത്, അങ്ങനെ ട്യൂൺ ചെയ്തു. പിന്നെ ഡിവോഷണൽ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പം കുറച്ചൊരു ന്യൂ ഇയർ പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബുണ്ട്, മ്യൂസിക് ക്ലബ്ബ്. അപ്പോൾ അവരിങ്ങനെ ഡിവോഷണൽ സോങ്സ്, അതും കൺസേർട്ടായിരുന്നു, മ്യൂസിക് കൺസേർട്ടാണ്. അതിൽ ക്രിസ്ത്യൻ സോങ്സ് പാടിയാൽ കൊള്ളാം. ക്രിസ്മസും ന്യൂ ഇയർ പ്രോഗ്രാമും കൂടെ ആയിരുന്നു. അപ്പോൾ അത് എനിക്ക് കുറേ ലൈൻസ് കിട്ടി. അപ്പോൾ അത് 2-3 എണ്ണം അതെല്ലാം കൂടെ മലയാളം, ഹിന്ദി, തമിഴ് അങ്ങനെ കുറേ കമ്പോസ് ചെയ്ത് അതും കൂടെ ഈ ഹിന്ദു ഡിവോഷനിലും കൂടെ ഒന്നിച്ച് അങ്ങനെ ഒന്ന് കമ്പോസ് ചെയ്തു. അങ്ങനെ അതൊരു പാഷനാണ്. ഇപ്പോൾ എനിക്ക് എന്നല്ല, എനിക്ക് പണ്ടേ ഒരു താല്പര്യമുണ്ട്.
അപ്പോൾ അതിങ്ങനെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു മ്യൂസിക് മെയിൻ എടുത്തുകൊണ്ട് കുറച്ച് രാഗങ്ങളായിട്ടൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ ട്യൂൺ ചെയ്യുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട രാഗങ്ങളാണ്, അതും കൂടെ പറയണമല്ലോ. എനിക്ക് വളരെ എൻ്റെ മനസ്സിന് സന്തോഷം തോന്നുന്ന രാഗങ്ങളെ ഞാനതിൽ കമ്പോസ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറേ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ പ്രൈവറ്റായിട്ടും മ്യൂസിക് തെറാപ്പി ചെയ്യുന്നുണ്ട്. അത് പല ഏരിയാസിലും ചെയ്യാറുണ്ട്. അതായത് BP പേഷ്യൻസ്, മെൻ്റൽ ഹെൽത്തിലെല്ലാം, ഡിപ്രഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി അങ്ങനെ വരുന്നവർക്കും, പിന്നെ ഓട്ടിസ്റ്റിക് കുട്ടികൾ തന്നെ എൻ്റെ ഇവിടെ വീട്ടിൽ വന്ന് ചെയ്യാറുണ്ട്. അല്ലാതെ ഓൺലൈനിൽ സ്കൈപ്പിൽ വഴി ചെയ്യാറുണ്ട്, തെറാപ്പി ചെയ്യാറുണ്ട്. അതുപോലെ ഞാൻ ഇപ്പോഴ് ഒരു കേഡർ എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടിസ്റ്റിക് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കുഞ്ഞു കുട്ടികൾ തൊട്ട് 3 വയസ്സുള്ള കുട്ടികളുണ്ട്, 18 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കിങ്ങനെ പല 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 തെറാപ്പീസുണ്ട്. സ്പീച്ച് തെറാപ്പി, വൊക്കേഷണൽ തെറാപ്പി, അങ്ങനെ ഒരുപാട് തെറാപ്പീസ് അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ മ്യൂസിക് തെറാപ്പിയുടെ ഫാക്കൽറ്റി ആയിട്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൽ സ്കൂളിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാക്കി എല്ലാം താല്പര്യമുണ്ട്, പക്ഷേ ഈ മ്യൂസിക്കിൻ്റെ ആ സെഷൻ വരുമ്പോൾ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റാണ് അതിൽ. അപ്പോൾ അതിൽ എന്താ പറയുക, അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ആ വരവ് തന്നെ അവർക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അഥവാ റെക്കഗ്നൈസ് ചെയ്യും, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഈ കുട്ടികൾക്കൊന്നും അങ്ങനെ ഒരു ഇതില്ലാത്ത കുട്ടികളാണ്, പക്ഷേ അത് കാണുമ്പോഴേ റെക്കഗ്നൈസ് ചെയ്യും. അത് പിന്നെ ലാപ്ടോപ്പ് കൊണ്ടുവരികയാണെങ്കിലും ലാപ്ടോപ്പിലാണ് ഞാൻ പ്ലേ ചെയ്യുക. അതിൽ ടോഡ്ലേഴ്സ് തൊട്ട് ടീൻ വരെയുള്ള കുട്ടികളുണ്ട്, ടീൻ വരെയുള്ള കുട്ടികളുണ്ട്. അവർക്ക് ടോഡ്ലേഴ്സിന് ഞാൻ ലാപ്ടോപ്പിലാണ് മ്യൂസിക് കേൾപ്പിക്കുന്നതും എന്താ പറയുക റൈംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾപ്പിക്കും. അപ്പോൾ എൻ്റെ ഈ ലാപ്ടോപ്പും സ്പീക്കറൊക്കെ കാണുമ്പോൾ തന്നെ ഈ കുഞ്ഞു കുട്ടികൾ അവർക്കൊന്നും അപ്പോൾ അതുവഴി പാട്ട് വരുന്നു, അത് നമുക്ക് വേണ്ടിയുള്ളതാണ് എന്നും പറഞ്ഞ് പല ദിവസവും എന്നെ കാണുമ്പോഴും ലാപ്ടോപ്പും സ്പീക്കറും അവർ എന്നെ എടുത്തുകൊണ്ട് ക്ലാസ്സിൽ പോകുന്ന അങ്ങനെ ഒരു കുറേ സന്ദർഭങ്ങളുണ്ട്. അതേപോലെ ഈ പാട്ട്, അതായത് അവർക്ക് ഒരേ സീരീസിലാണ് പാട്ട് വരേണ്ടത്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ കേൾപ്പിക്കുകയാണെങ്കിൽ സെയിം സീരീസിൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയോ അവരുടെ പാട്ട് അല്ലാതെ വേറെ നമ്മൾ കേൾപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ അഭിരുചി മാറിപ്പോവുകയാണെങ്കിൽ അവർക്ക് ഒരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അവരെ എക്സ്പ്രസ് ചെയ്യാൻ തോന്നും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പാട്ടിൽ ഒരു ഇമോഷനും എക്സ്പ്രഷനും ഇല്ലാത്ത കുട്ടികളാണ്, പക്ഷെ അവർ ഈ പാട്ട് കേൾക്കുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതും വളരെ താല്പര്യമുള്ള പാട്ട് കേൾക്കുമ്പോൾ അവർ ഭയങ്കര അവരെ എക്സ്പ്രസ് ചെയ്യാണ്, അവരുടെ സന്തോഷം എക്സ്പ്രസ് ചെയ്യും. ചില സോങ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില സോങ്സ് കേൾക്കുമ്പം കരയാറുണ്ട് കുട്ടികൾ. അപ്പോൾ അതിൻ്റെ റീസൺ നമ്മൾ പേരൻസിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ചില പാട്ട്, പർട്ടിക്കുലർ പാട്ട്, അപ്പോൾ അത് നമ്മൾ അടുത്ത ദിവസം അത് തന്നെ ട്രൈ ചെയ്യും. ഞാനത് അടുത്ത ദിവസം അത് വെക്കുമ്പോഴും ആ സമയം അവളുടെ എക്സ്പ്രഷൻ പെട്ടെന്നങ്ങ് മാറുകയാണ്, ആ പാട്ട് കേൾക്കുമ്പം കരയുന്നുണ്ട്. അപ്പം ഈ ഇമോഷൻസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് മ്യൂസിക് കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക്. അതേപോലെ വേർഡ്സ് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും പാട്ട്, അതായത് തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായു ഞാലിടാം എന്ന് വരെയാണെങ്കിൽ അതിൻ്റെ അടുത്ത ലൈൻ ആകാശ പൊന്നാനി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം എന്ന് അവർ പാടാറുണ്ട് ചില കുട്ടികൾ. അത് വേർബലായിരിക്കുന്ന കുട്ടികൾ, ചില കുട്ടികൾ സംസാരിക്കത്തില്ല, വേർബലായിട്ടുള്ള കുട്ടികൾ പാടും, അതിൻ്റെ കൂടെ ഹം ചെയ്യും, ക്ലാപ്പ് ചെയ്യും. അവരെ എല്ലാം വളരെ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു മ്യൂസിക് സെഷൻ, വളരെ എൻജോയ് ചെയ്യുന്ന ഒരു സെഷനാണ്. പിന്നെ ഞാൻ വേറെ കണ്ടിട്ടുള്ളത് ഐ കോണ്ടാക്ട്സ്. കുട്ടികൾ ഇപ്പം നേരത്തെ ഒന്നും ഞാൻ ആദ്യം പൊയ്ക്കൊണ്ടിരുന്ന സമയത്തൊന്നും ആരും അത് കോപ്പറേറ്റ് ചെയ്യത്തില്ല, കുട്ടികളൊന്നും അവർ വന്നിരിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പിന്നെ അവരിതാണ് റുട്ടീനായപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ട് നമ്മൾ വിളിക്കുമ്പോൾ നോക്കുക, പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ചില കുട്ടികൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാലും ലാപ്പിൽ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കാറുണ്ട് ഏതാണ് പാട്ട്, നമ്മൾ അത് വെച്ചെങ്കിൽ അതല്ല വേറെ ആണെന്നുള്ളത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ അങ്ങനെയുണ്ട്. മ്യൂസിക് തെറപ്പി പല വിധത്തിലും കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ MPhil കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഓമനക്കുട്ടി ടീച്ചർ സുവർണ നാലപ്പാട് മാഡത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ കേസ് സ്റ്റഡീസ് ചെയ്തിട്ട് തന്നെ ഡെസർട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 10 കേസ് സ്റ്റഡീസോളം ഞാൻ ആ സമയത്ത് ചെയ്തു, MPhil ചെയ്യുന്ന സമയത്ത്. അത് ഡോക്ടർ സുവർണ നാലപ്പാടിൻ്റെ മ്യൂസിക് തെറാപ്പി ഇൻ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നൊരു ബുക്കിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഒരു പ്രൊഫഷണൽ സ്ട്രെസ് ഓൺ മ്യൂസിക് തെറാപ്പി ഓൺ പ്രൊഫഷണൽ സ്ട്രെസ്, ആ ഒരു കേസ് സ്റ്റഡിയാണ് അതിലിട്ടിട്ടുള്ളത്. ബാക്കി എൻ്റെ 10 കേസ് സ്റ്റഡീസും
ആരോഗ്യപത്മം, ശാന്തിഗിരി പബ്ലിക്കേഷൻസിൻ്റെ ആരോഗ്യപത്മം എന്ന ബുക്കിൽ പബ്ലിഷ് ചെയ്തു. ആ 10 കേസ് സ്റ്റഡീസും ഓരോ മന്ത്ലി ആയിരുന്നു അത്. ആ 10 കേസസും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്നേഹസദനം എന്ന് പറഞ്ഞിട്ടൊരു അൽഷിമേഴ്സ് ഹോം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ എന്താ പറയുക, ഈ തെറാപ്പി MPhil ചെയ്യുന്ന പ്രോജക്ട്സ് കേസ് സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ സ്നേഹസദനം അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് അപ്പോഴൊന്ന് ഈ പറഞ്ഞ പോലെ ഈ മ്യൂസിക് തെറാപ്പി ചെയ്യണമെങ്കിൽ നമ്മൾ ഈ എന്താണ് ആ രോഗത്തിനെ പറ്റി നമുക്കൊരു ചെറിയൊരു വലിയൊരു ഇതില്ലെങ്കിലും ചെറിയതായിട്ടൊരു നോളജ് വേണം. അപ്പോൾ അതിനായിട്ട് അൽഷിമേഴ്സിൽ എന്തൊക്കെയാണ് സിംറ്റംസ്, എങ്ങനെയാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് ഒരു സ്റ്റഡി വേണം നമുക്ക്. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് എങ്ങനെയാണ് സംഗീതം ഉപയോഗപ്പെടുന്നത്, അപ്പോൾ ആ ഒരു സ്റ്റഡി കഴിഞ്ഞിട്ട് നമുക്ക് ഏത് രോഗമാണെങ്കിലും BP ആണെങ്കിലും നമുക്ക് അതിനെപ്പറ്റി അറിയണം. പിന്നെ അതേപോലെ ഇൻസോംനിയ ആണെങ്കിൽ ഉറക്കക്കുറവിന് എന്തൊക്കെയാണ് കാരണങ്ങൾ, അതെങ്ങനെ നമുക്ക് പരിഗണിക്കാം എന്നുള്ളത് നമുക്ക് ഒരു ചെറുതായിട്ടെങ്കിലും ഒരു നോളജ് ആ രോഗത്തിനെ പറ്റി വേണം. അങ്ങനെ ഞാൻ അൽസൈമേഴ്സ് ഹോമിൽ പോയപ്പോൾ ഒരുപാട് കുറേ അമ്മമാരും കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ നല്ല നിലയിലുള്ള ആൾക്കാരാണ്, വളരെ എന്താ പറയുക ഹൈ പൊസിഷനിലുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, പിന്നെ അതെനിക്ക് മറക്കത്തുമില്ല, ഒരു വസന്ത ആൻറ്റി, പേര് പോലും ഞാൻ മറക്കത്തില്ല. ഇപ്പം ഷീസ് നോ മോർ നൗ. അപ്പം വസന്ത ആൻറ്റി ഞാൻ പോയി കണ്ടു. തമിഴിയനായിരുന്നു. അപ്പം ഞാൻ തമിഴ് തന്നെ സംസാരിച്ചു. അങ്ങനെ അവരുമായിട്ട് തമിഴ് സംസാരിച്ചപ്പോൾ കുറച്ചും കൂടെ അവർ അടുപ്പത്തിലായി. അപ്പം ഞാൻ ചോദിച്ചു, അമ്മക്ക് പാട്ട് പിടിക്കുമോ, പാട്ട് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു രൊമ്പ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോന്ന് ചോദിച്ചാൽ ഒരു കണക്ഷൻ ഇല്ലാതെയാണ് അവർ പറയുന്നത്. കുട്ടികളൊക്കെ ഉണ്ട്, പക്ഷേ ഇല്ല എന്ന് ഒരു ഇതുമില്ല, അവർക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ അവർ ഭയങ്കരമായിട്ട് അവർ എക്സ്പ്രസ് ചെയ്തു, ഭയങ്കര അവർ സന്തോഷം അവർ കാണിച്ചു. അപ്പം ഞാൻ ചുമ്മാ ഒരു ക്ലാസിക്കലായിട്ട് ഇത് ജഗദോധാരണ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് പുരന്ദരദാസിൻ്റെ. അപ്പോൾ അത് പാടിയപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റും അവരിങ്ങനെ എക്സ്പ്രസ് ചെയ്തു ഫേസിൽ. അപ്പോൾ സന്തോഷം, എന്തൊക്കെയോ ഇമോഷൻസും മുഖത്തിൽ വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ 2 വരി പാടിയിട്ട് അങ്ങ് നിർത്തിയപ്പോൾ എന്ത് ചെയ്തു, ഇവരെൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് അവർ ജഗദോധാരണ അടുത്ത അനുവലിയാണ് അവർ പാടിയത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു അതിശയം നമുക്ക്. അതായിട്ട് ഞാൻ എന്നിട്ട് അത്രയും പാടിയിട്ട് അവരെന്നോട് ചോദിക്കുന്നു, മറന്നു പോച്ചാ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഈ രോഗം മറവി രോഗമാണ്. അപ്പോൾ ആ സംഗീതത്തിൽ അവർക്ക് അത്രത്തോളം ഒരു ഇതുള്ളതുകൊണ്ട് അവരെൻ്റെ അടുത്ത് ചോദിച്ചു, പിന്നീട് നീ മറന്നുപോയ പാട്ട് എന്ന് ചോദിച്ചു. പിന്നെ അവർ അത് കണ്ടിന്യൂ ചെയ്ത് ഒരു ലൈനും കൂടെ പാടി. അപ്പോൾ എനിക്കത് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇമോഷണലായി. പിന്നെ ഫുള്ളായിട്ട് ഞാൻ പാടിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് വന്നത്. പിന്നെ ഞാൻ ആൻറ്റിക്ക് വേണ്ടി കുറേ ഇങ്ങനെ തെറാപ്പി ചെയ്തു. പക്ഷേ ഈ അൽഷിമേഴ്സിന് അങ്ങനെ ഒരു ഇത് പറയാനില്ല. പിന്നെ അത് ഇങ്ങനെ പതുക്കെ അത് അവർക്ക് റിലാക്സേഷൻ കൊടുക്കാം അവർക്ക് മ്യൂസിക്കിലൂടെ. അല്ലാതെ ഫീഡിങ് സമയം, അതായത് ഫീഡ് ചെയ്യുമ്പോൾ അവർക്കൊന്നും അറിയത്തില്ല, കൊടുക്കുമ്പോൾ ഇറക്കണോ തുപ്പണോ അതുപോലെ അവർക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സമയത്ത് നമുക്ക് ഈ പാട്ട് അവർക്ക് വളരെ സാന്ത്വനപ്പെടുത്തി. അപ്പം അങ്ങനെ ആൻറ്റിയും അവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ മ്യൂസിക് തെറാപ്പി ചെയ്തിട്ടുണ്ട്. അതെനിക്കൊരു മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻ്റാണത്. ചോടിയെ കൈസേ മോഖു മേ തോ ചോടിയെ കൈസേ മോഖു മേ തോ तेरो हाथ धरी सुनिए